എവിടെ ആയിരുന്നു മുത്ത ഇത്രയും നാള് നീ? നീ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്റെ ആ പഴയ പൊളിഞ്ഞ ലൈൻ്റെ പിറകെ ഞാൻ പോകുമായിരുന്നു. 4 ദിവസം കൊണ്ട് നിന്റെ പിറകെ നടക്കുക ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഇന്നെങ്കിലും നിന്റെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. സത്യം പറഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും പാടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നതാ. പ്രധാനമന്ത്രിക്ക് വരെ നമുക്ക് നേരിട്ട് പോയി നിവേദനം കൊടുക്കാം. പക്ഷെ പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ പാടുള്ളൊരു കേസ് വേറെ ഇല്ല. എന്നാൽ ഇഷ്ടമല്ലാതെ തിരിച്ചു പറയാൻ അവർക്ക് ഒരു പാടും ഇല്ലേ സാർ. ഇതാണ് അവസ്ഥ. പക്ഷെ ഇന്ന് ഞാൻ പറയിപ്പിക്കും. എങ്ങനെയെന്ന് അറിയാമോ? എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഉദയൻ. അവൻ്റെ ഇല്ലാത്ത ഉപായങ്ങളൊന്നുമില്ല. എത്ര പേരെ പ്രണയവും കല്യാണവും നടത്തി കൊടുത്തെന്ന് അറിയാമോ? അവന്റെ പേരിന് ശരിക്കും എന്താണെന്ന് അറിയാമോ? ഉപായം ഉദയൻ. വന്നില്ല. ആരെങ്കിലും കൊല്ലാൻ പോണോ നീ? പിന്നെ നിനക്ക് പെൺകുച്ചിനെ വളയ്ക്കണ്ടേ? അതെ, അതിന്റെ ടൂൾസ്. എടാ, ഈ ടൂൾസ് വെച്ചിട്ടുള്ള പല പ്രേമവും ഞാൻ സെറ്റ് ആയി കൊടുത്തത്. പിന്നെ അങ്ങനത്തെ ടൂൾസ് അല്ലേ ഇത്? സംഭവം എങ്ങനെയാണെന്നേ, എന്റെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് വർക്ക് ആവുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ആദ്യം പേയ്മെന്റ് കാര്യം സംസാരിക്കും. പേയ്മെന്റ് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. പേയ്മെന്റ് എത്ര വേണം നിനക്ക്? പേയ്മെന്റ് എത്ര തരും? 150,000. ഓഫ് സീസൺ ആണെങ്കിൽ എനിക്ക് 2,000 കിട്ടണം. 2,000 എനിക്ക് കിട്ടണം. 2,000 പേയ്മെന്റ് തരാം. ഉറപ്പാണ്? എന്നാ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, എന്നെ ഇത്രയും ദൂരം വിളിച്ചു വരുന്നത് നിന്റെ ഐഡിയ ഒന്നും ഇല്ലേ? എന്റെ ഐഡിയ ഉണ്ട്, നല്ലത് പോരല്ലോ. എന്നാൽ എന്റെ ഐഡിയ നിനക്ക് പറഞ്ഞുതരാം. അതായത് എവിടെ നടന്നു വരുന്നു, നീ നേരെ പിറകെ കൂടെ ചെല്ലുന്നു, കത്തി ഇങ്ങനെ കാണിക്കുന്നു, ഞാൻ ഓടി വരുന്നു, നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, അവളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോ സോഫ്റ്റ് കോർണർ കാരണം അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നു. ഞാൻ അകത്ത് പോകുന്നു. അങ്ങനെ വേറൊരു ഐഡിയ ഉണ്ട്. അവൾ ഇരുട്ടത്ത് ഇങ്ങനെ നടന്ന് വരും. അവള് വരണ്ട, അവിടെ നിൽക്കട്ടെ. ഞാൻ ജയിലിൽ കിടക്കണേ കാട്ടുന്നല്ല, അവൾ അവിടെ നിൽക്കട്ടെ. അതല്ല വിഷയം. ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ഐഡിയ എന്ന് പറയുമ്പം അവൾ എങ്ങനെയാണ്? അവളെങ്ങനെ? നമ്മൾ വിചാരിച്ച പോലെ ആളല്ല അവള്. അപ്പൊ ഞാൻ വിചാരിച്ച ആളല്ലേ അവള്? ആള് തന്നെ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ആളല്ല അവള്. എടാ, ഞാൻ വിചാരിച്ച ആളല്ലേ നീ പറഞ്ഞത്? അതെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച സ്വഭാവം അല്ല അവളുടെ. എന്തായാലും പറയണം. അങ്ങനെയല്ല, അവളെ കണ്ടാ അറിയാം അവൾ നല്ല പണക്കാരി വീട്ടിലെ പെണ്ണാണ്. ആവശ്യമുള്ള പൈസയും പത്രാസും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ലല്ലോ, നമ്മളെ പോലെ ദാരിദ്ര്യവാസിക്ക് ആര് പെണ്ണ് തരാനാണ്? അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇന്നത്തെ കാലത്ത് ചില പെൺകുട്ടികൾ, എല്ലാരും ഞാൻ പറയുന്നില്ല, ചില പെൺകുട്ടികൾക്ക് സാമ്പത്തിക ഉള്ളവനെ നോക്കി പ്രേമിക്കാറുള്ളൂ. അതുകൊണ്ട് നീ പറയണം നീ സാമ്പത്തിക ഉള്ളവനാണെന്ന്. പിന്നെ ഈ ഗ്രാമം മൊത്തം വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിവുള്ള കോടീശ്വരനാണ് നീ പറയണം. പിന്നെ ഈ അമ്പലം പുതുക്കി പണിഞ്ഞ നീയാണെന്ന് പറയണം. കൊടിമരം സ്വർണ്ണം പൂച്ചിയ നീയാണെന്ന് പറയണം. പിന്നെ ഇവിടുത്തെ സെക്രട്ടറിന്റെ കമ്പനിയാണെന്ന് പറയണം. അമ്പലം കുത്തി പറഞ്ഞ കുട്ടിയല്ലേ സെക്രട്ടറി കമ്പനി. സ്വാഭാവിക പ്രേമം കാണൂലേ? കാണുമോ ഇല്ലേ? കാണും. നീ ഒന്ന് സംസാരിച്ച തീരുന്ന വിഷയമുള്ളൂ. അത്രയുള്ള. പിന്നെ അതിന് വീട്ടിലേക്ക് എന്ത് ചെയ്യണം? സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എടാ, ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് നമ്മൾ ആദ്യം സംസാരം തുടങ്ങണം. സംസാരം തുടങ്ങിയിട്ട് അവരുടെ മനസ്സ് നമ്മൾ ആദ്യം കീഴ്പ്പെടുത്തണം. അതിനെന്തെങ്കിലും വേണോ? അത് ചോദിക്ക്, പറഞ്ഞു തരൂലേ? എന്താ കൊച്ചിന്റെ പേരെന്താ? രാധ എന്ന് പറയുമ്പം സമരത്തിന് പോവാൻ ജാഥ, മേപ്പാടൻ ഒഴിപ്പിക്കും ബാധ. നീയാണ് എന്റെ രാധ. ഒരു പിക്കപ്പിൽ എനിക്ക് അപ്പം മേപ്പാടൻ സമരത്തിന് പോവാതെ മേപ്പാടൻ സമരത്തിന് പോകണതിന് അവകാശം നേടിയെടുക്കാനാ. മേപ്പാടന്റെ ജാഥ അവിടെ. മേപ്പാടന്റെ ജാഥ സമരത്തിന് പോവാൻ ജാഥ, മേപ്പാടൻ ഒഴിപ്പിക്കും ബാധ. നീയാണ് എന്റെ രാധ. അത്രേ ഉള്ളൂ. അത് പറയണം. അത് പറഞ്ഞു തുടങ്ങണം. അതിന് വേണ്ടില്ലെങ്കിൽ മറ്റേ കോടീശ്വരത്തെ കീച്ച്. മറ്റേ ഞാൻ പറഞ്ഞ കോടീശ്വരം ഇവിടെ വാങ്ങിക്കാൻ ഗതിയുള്ള കോടീശ്വരനെ. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, അവള് വരുമ്പം എന്താ തുടങ്ങിക്കോ, ഞാനിപ്പോ വരാം. സുഹൃത്തെ, നിനക്ക് അവളെ വളയ്ക്കണ്ടേ? അതിന്റെ ഐഡിയ ആയിട്ടല്ലേ ഞാൻ പോകുന്നത്. പിന്നെ എപ്പോ വരും എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വരേണ്ട സമയത്ത് കൃത്യമായിട്ട് സമരം സെക്രട്ടറി പറഞ്ഞില്ല, നീ പറഞ്ഞു പറയാമോ? സമരത്തിനൊഴിപ്പിക്കും ശല്യം ഇന്നും വന്നു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അറിയാം, എന്നെ ഇഷ്ടമാണ്, പൊന്നു പോലെ നോക്കിക്കോളാം, എന്നെ കെട്ടിക്കോളാം, ഇതല്ലേ? അതല്ല, പിന്നെ ചന്ദനം എടുത്തോട്ടാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അറിയാം, എന്നെ ഇഷ്ടമാണ്, പൊന്നു പോലെ നോക്കിക്കോളാം, എന്നെ കെട്ടിക്കോളാം. അതല്ല, ഇന്ന് പായസമൊന്നും ഇല്ലേ? ഞാനിവിടെ പൊങ്കാലയിടാൻ വന്നില്ല, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അറിയാം, എന്നെ ഇഷ്ടമാണ്, പൊന്നു പോലെ നോക്കിക്കോളാം, എന്നെ കെട്ടിക്കോളാം, ഇതല്ലേ? ഞാൻ പറയാനുള്ളല്ലേ ഇതൊക്കെ? എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതെ, സത്യം പറഞ്ഞ എനിക്കും കുട്ടിക്കും ഒരു പൊതുവായിട്ടൊരു കാര്യമില്ല. അതായത് എനിക്കില്ല, എനിക്കുണ്ട്, കുട്ടിക്കില്ല. എന്താണെന്നറിയാം? അതല്ല, ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് എനിക്കിപ്പോ കുട്ടിയോടുള്ള മനോഭാവം എന്താണെന്ന് അറിയാമോ? ദുൽഖർ സൽമാന്റെ ഒരു സിനിമയുടെ പേരാണ്
കലി. കലിയല്ല, അയ്യല്ല, അതായത് ഒരു യമണ്ടൻ പ്രേമം. ഇവിടെ കിടക്കുന്ന യമണ്ട കല്ല് പറക്ക് ഞാൻ എറിയും പറഞ്ഞേക്കാം കേട്ടോ. അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ച് അനാവശ്യം പറയരുത്. എടാ ഞാൻ ആരാണോ തനിക്കറിയാവോ? അറിയാം, രാധ. ഞാൻ രാധ എന്ന് വിളിക്കും, എന്റെ അമ്മ രാധമോളെ എന്ന് വിളിക്കും, നമുക്കുണ്ടാകുന്ന കുട്ടികൾ രാധമ്മ രാധമ്മ എന്ന് വിളിക്കും. നീ ഇവിടെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നിങ്ങളെ വിളിക്കും പറഞ്ഞേക്കാം കേട്ടോ. എടാ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കണ്ടേ? നേരെ മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ അങ്ങനെ അറിയും. അല്ലല്ല, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞൂടാ. എടോ ഞാനെന്ന് പറയാൻ 4 കെട്ടുള്ള തറവാട്ടിലെയാ. ഒരു കെട്ടല്ലേ ഞാൻ ചോദിച്ചോളൂ, പ്ലീസ്. എടോ വലിയൊരു തറവാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പെങ്കൊച്ചാ ഞാൻ. അത്യാവശ്യം വിദ്യാഭ്യാസവും സാമ്പത്തികം ഒക്കെ ഉള്ളിടത്തെയാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇഷ്ടമാണെന്നൊന്നും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ട് പിക്കപ്പ് ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആ സമയത്തിൽ വീഴും. അറിയാമോ എന്താണെന്ന്? ഇത് പറയട്ടെ. ഞാൻ സമരത്തിന് ഒഴിപ്പിക്കാൻ ജാഥ, മേൽപ്പാടിന് ഒഴിപ്പിക്കും രാധ, നീയാണ് എന്റെ ബാധ. അത്യാവശ്യം ഒരു പെങ്കൊച്ചിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികോ അല്ലെങ്കിൽ ഒരു വരുമാനോ ജോലി ഇത് എന്ത് പോയത്? ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ചീള് കേസൊന്നുമില്ല. കോടികളിട്ടിങ്ങനെ അമ്മാനമാടുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. നിനക്കറിയാമോ? ഈ കാണുന്ന അമ്പലം മൊത്തം ഉണ്ടാക്കി കൊടുത്ത ഞാനാണ്. ഈ അമ്പലത്തിലെ കുളം മൊത്തം വൃത്തിയാക്കി കല്ല് കെട്ടി അടുക്കി കൊടുത്ത ഞാനാണ്. ഈ കൊടിമരം ഉണ്ടല്ലോ, കൊടിമരം സ്വർണ്ണം പൂശി ഞാനാണ്. ഇത്രയും പണക്കാരനാണ്. എനിക്ക് വരുന്ന കോളുകൾ എന്ന് പറഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ വീഴുന്ന കോടികളുടെയും ലക്ഷങ്ങളുടെയും മെസ്സേജും കോളുകളും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ മനസ്സിലായിട്ട് നിനക്ക്? ഒരു ജ്യൂസ് എടുക്കട്ടെ. ഹലോ ഹലോ, അരിയല്ലേ? ഇത് അജാജി എന്നാണേ. 3000 രൂപ വെച്ച് 3 മാസത്തെ പെന്നിക്ക് 9000 രൂപ ഇതുവരെ അടച്ചിട്ടില്ലല്ലോ. അതെ അതെ അതെ, അനാസാരത്തിലേക്കല്ലേ ഒരു 15 ലക്ഷം എഴുതിയെടുത്തോളൂ. പിന്നെ കഴിഞ്ഞ മാസം 35 ലക്ഷം കൂടെ ഉണ്ട് കേട്ടോ. ഞാനെന്തോ വിച്ചുപ്പയോടെ പറയുന്നത്, മര്യാദക്ക് പൈസ അടച്ചില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് മൊബൈൽ ഫോൺ ജപ്തി ചെയ്തോണ്ട് പോയി. എല്ലാ ദിവസവും ചപ്പാത്തി ചിക്കൻ കറി തന്നെ കൊടുത്തോ, പൈസയൊക്കെ ഞാൻ അയച്ചു തരാം, വിഷയമില്ല. കണ്ടില്ലേ, ഇതാണ് എന്റെ അവസ്ഥ, ഇതാണ് എന്റെ അവസ്ഥ. നിന്ന് തിരിയാൻ സമയമില്ല. അതിനിടയ്ക്കാണ് ഞാൻ നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളായിട്ട് വരുന്നത്. അത് മാത്രമല്ല, ഈ അമ്പലത്തിലെ പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റ് എന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും സംഭാവനയ്ക്ക് വേണ്ടിയിട്ട്. അത്ര തിക്ക് ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ. ഹലോ ഒഡീശ്വര, എത്ര കാലമായി കണ്ടിട്ട്. എത്ര കാലമായി കണ്ടിട്ട്. ഭയങ്കര തിരക്കായിരുന്നു, ബിസി ആയിരുന്നു, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല. അതാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഉത്സവം ഇങ്ങ് അടുത്തു. കഴിഞ്ഞ പ്രാവശ്യം 10 lakhs ആണ് തന്നത്. ഇത്തവണ 1 lakh എങ്കിലും തരണം. 1 CR വേറെ കേസ് പറയാം. ഈ അമ്പലത്തിലെ ചുറ്റുമതിലല്ലേ, അത് ഞാൻ നാളെ കെട്ടിത്തില്ല. ഓ ശിവ ശിവ, എങ്ങനെ പറയും? ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കെട്ടി. നീ നമ്മളെല്ലാരും കൂടെ ചേർന്ന് കമ്മിറ്റിക്കാർ ചേർന്ന് അമ്പലത്തിന് ചുറ്റുമതിൽ കെട്ടി. എന്ത് കെട്ടി? ആരോട് ചോദിച്ചിട്ട് കെട്ടി? ഇത് എന്നോട് ഞാൻ വിളിച്ചിരുന്നു, റോമിങ്ങിലായിരുന്നു. ഞാൻ ഫ്രാൻസിലല്ലേ, അതുകൊണ്ടല്ലേ റോമിലായി പോയത്. ഇത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യൂ, ചുറ്റുമതിൽ ഇടിച്ച് ഇടിച്ചു കളഞ്ഞ എങ്ങനെ കെട്ടും? നാളെ തൊട്ട് പണി തുടങ്ങും. എങ്ങനെ പണി തുടങ്ങും? അതറിഞ്ഞൂടെ? ഇല്ല. ആദ്യം സിമന്റ് ചാന്തും വെള്ളമോടെ കൂട്ടി കുടയ്ക്കണം. അപ്പൊ ചാന്ത് എന്നുള്ള സാധനം കിട്ടും. ചുടുകെട്ട് അടുക്കി വെക്കണം. ചാന്ത് തേപ്പ് കണ്ടി ഇറക്കി വെക്കണം. പിന്നെ വീണ്ടും ചുടുകെട്ട് അടുക്കുന്നു, ചാന്ത് ഇറക്കി വെക്കുന്നു. അറ്റമാകുമ്പോൾ നിങ്ങളുള്ള കൂടി ചുടുകെട്ട് വെക്കുന്നത് തള്ളി വെക്കും. ഒരു കരണ്ടി എടുത്ത് ഒറ്റ വെട്ട് രണ്ടായിട്ട് പറയും. ഒരുപാട് വെട്ട് പൊടിയായി കേസ്. ഇടയ്ക്ക് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിന്റെ കാര്യം കൂടി അറിയാതെ ഓർത്ത് പോയി. പിന്നെ അറിയാലോ, പിന്നെ അമ്പലത്തിന്റെ കൊടിമരത്തിന്റെ കേസ്. കൊടിമരം എന്ത് ചെയ്യണം? ഇടയ്ക്ക് വരണോ? വേണ്ട. പിന്നെ നമുക്ക് ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന എനിക്ക് ഈ അമ്പലത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ അമ്പലത്തിൽ ഒരു ഓഡിറ്റോറിയം കെട്ടണമെന്നാണ് ആഗ്രഹം. ഒരു കാര്യം ചെയ്യും, നാളെ പണി തുടങ്ങും, മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഒഡീശ്വര, കോഴിക്കോടല്ല, ഓഡിറ്റോറിയം ആണ്. ഒരുപാട് സമയം എടുക്കല്ലേ? അപ്പൊ ഒരു 2 വർഷം കൊണ്ട് നമ്മൾ ഈ പണി തീർത്തു തരും. ഓക്കെ. അപ്പൊ ഇതാണോ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ച്? ഇതാണോ കൊച്ച്? അയ്യോ, ഭാഗ്യം ചെയ്ത ജന്മോട്ടോ. ഭയങ്കര കോടീശ്വരനാ. ഈ അമ്പലത്തിലെ പല കാര്യം ചെയ്തു കൊടുക്കുന്ന പുള്ളിയല്ലേ. സത്യം, ഞാൻ തന്നെ പലപ്പോഴും മാറി നിന്നിട്ടേ ഉള്ളൂ. കാര്യം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ഈ കൈ ഇങ്ങനെ മടക്കി വെക്കില്ല. അത്ര വലിയ കോടീശ്വരനാ. പിന്നെ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നതായിട്ടൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും നടക്കട്ടെ. ഞാൻ സ്വർഗത്തിലെ കട്ടറും പോകുന്നില്ല. സോറി. പോവാണ്. സോറി. അതെ, അതാരാന്ന് പറഞ്ഞ്? ഇവിടെ അമ്പലത്തിലെ പ്രസിഡന്റ്. ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് എന്റെ അച്ഛനാണ്. എന്റെ അച്ഛനല്ല പോയത്. സത്യം പറ, എന്തുവാ ഈ ആൾമാറാട്ടത്തിന്? ഈ ആൾമാറാട്ടത്തിന് ഇപ്പോഴത്തെ ആൾക്കാരെ വിളിച്ചു ഇടിയും കിട്ടും, നല്ല ഇടിയും കിട്ടും. പറ, എന്താ ഉദ്ദേശം? എന്തുവാ? പൊന്നു പെങ്ങളെ അബദ്ധം കാണിക്കരുത്. പെങ്ങളല്ല, ആരുടെ? അതായത് എനിക്ക് തോടുല്ലോ ഭയങ്കര ഇഷ്ടമായിപ്പോയി. അപ്പൊ ഇതൊക്കെ ആരുടെ ഐഡിയ? ഇത് അവന്റെ ഐഡിയ ആണ്. ഇതെല്ലാം എന്റെ ഇല്ല. നാണം ഉണ്ടോ ഇങ്ങനെ ഓരോന്ന് ഈ അമ്പലമുറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ പെമ്പിള്ളാരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും?
കേൾക്കും. അതൊക്കെ പറയാനോ? ഇപ്പൊ ഞാൻ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനൊക്കെ ചെയ്താ ഇംപ്രസ് ചെയ്യുന്ന ആരാ പറഞ്ഞു? പണക്കാരെന്ന് പറഞ്ഞാൽ വീഴൂലേ അങ്ങനെ? ആര് വീഴും അങ്ങനെയൊക്കെ? ഇനി ഐഡിയകൾ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ പാവങ്ങളെ സഹായിക്കും, പിന്നെ ബിസിനസ് അപ്പൊ ഇത് നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ടുള്ള ഇനി നീ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചാ ഇപ്പൊ ഞാൻ ആൾക്കാരെ വിളിക്കും. ഇത് എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ട്. അവൻ എവിടെ നിൽക്കുന്നത്? എവിടെ നിൽക്കുന്നേ അവൻ? എവിടെ നിൽക്കുന്നത്? ദോണ്ട അതെ, ഇങ്ങോട്ട് വാ. ചേട്ടൻ കോടീശ്വരനായില്ലയോ? അത്രയ്ക്കൊന്നും ഇല്ല. ഞാൻ പറയൂ, ഇനി നിങ്ങൾ അനുസരിക്കും, അല്ലെങ്കിൽ ചെറിയ പണക്കാരൻ. പാവങ്ങളെയൊക്കെ സഹായിക്കുവോ? ഞങ്ങളെല്ലാം പാവങ്ങളാണല്ലോ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അന്നദാതാവ്, എന്റെ അന്നദാതാവ്, എനിക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം വാങ്ങിച്ചിട്ടുള്ള എന്റെ അന്നദാതാവ്. അയ്യോ, എവിടെയൊക്കെ തിരക്കിന്നറിയാമോ എന്റെ അന്നദാതാവേ. കാലത്ത് പിടിച്ചോട്ടെ. എത്ര കാലമായി കണ്ടിട്ട്, എത്ര കാലമായി. എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരൂ. 5-6 ദിവസം വല്ലതും കഴിച്ചിട്ട് ഭക്ഷണം വാങ്ങിച്ചു തരൂ. അയ്യോ, കോടീശ്വരനായി എന്തെങ്കിലും പൈസ സഹായം പറഞ്ഞാലും ചെയ്യാം. അങ്ങനെ പറയരുത്. പൈസ കാണുമായിരിക്കും. പൈസ കാണും. എന്റെ പിള്ളേർക്ക് സ്കൂളിൽ ചേർക്കാൻ പോലും പൈസ ഇല്ല. എത്ര രൂപയാ കൊണ്ട് നടക്കുന്നത്? നമ്മൾ എണ്ണത്തൊന്നുമില്ല. ഇത് പിള്ളേർക്ക് സ്കൂളിൽ ബുക്ക് വാങ്ങിക്കാനുള്ള ഇതായിരിക്കും അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന മുതലാളിച്ചി. അങ്ങ് പറ്റിയ ഫ്രാൻസിലൊക്കെ പോകുമ്പോഴേ എനിക്ക് വല്ലപ്പോഴും ഒന്ന് കൈനീട്ടാൻ മുതലാളിച്ചല്ലേ ഉള്ളൂ. സൂപ്പർ ബന്ധമാണ് കേട്ടോ. ഞാൻ വെറും പിച്ചക്കാരനോട് പറയില്ല. എന്തുമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയതിൽ സുഹൃതം ചെയ്യണം. ഞാൻ പോട്ടെ. അതെ, പേരെന്താ പറഞ്ഞു? ഹരി അല്ലേ? എന്റെ അച്ഛനോട് പറഞ്ഞിട്ടേ അടുത്ത വർഷത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് അവന്റെ പരിപാടി ബുക്ക് ചെയ്യട്ടെ. അമ്മാതിരി പ്രകടനം അവൻ കാണിച്ചിട്ട് 5 മണിക്ക് എന്തെങ്കിലും അമ്മ വഴക്കോ. ഏതാണ്? കോഴിക്കോട് അടക്കണം ഞാനാണ്. കോഴിക്കോടൊക്കെ അടയ്ക്കും. ഓഡീഷന് ചിക്കൻ നിന്നാക്കി കോഴിക്കോട് അടക്കണം. അവിടെ നിന്നെ ഇങ്ങനൊക്കെ കറക്കി പിടിക്കാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ വലയിൽ വീഴത്തില്ല. മാനം മര്യാദയായിട്ട് വരണമായിരുന്നു. ഇത് ഉടായിപ്പാ. പിന്നെ നിങ്ങൾ ഏതാണ്ടൊക്കെ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ബിസിനസ്സുകളുണ്ടല്ലോ. അങ്ങനെ എന്ത് ബിസിനസ്സാ നിങ്ങൾ ചെയ്യുന്നത്? പാക്ക് വെച്ചോടാ. പാകിസ്ഥാനിൽ കയറ്റി വിടുന്ന പിന്നെ ഇറക്കുമതി ഉണ്ടല്ലേ? ഇനി ആ പോയവൻ ഇനിയും വരുമോ? അറിഞ്ഞൂടല്ലേ? അവന്റെ ഐഡിയ അനുസരിച്ച് ലിസ്റ്റ് എനിക്ക് അറിഞ്ഞൂടല്ലോ. എത്ര കാലമാണ് കണ്ടിട്ട്. പണ്ട് നമ്മൾ ഫ്രാൻസിൽ വെച്ച് കണ്ടതിന് ചേട്ടൻ പിന്നെ ഇപ്പഴാ കാണുന്നല്ലേ? എന്ത് പൊളിഞ്ഞു? എന്റെ പൊന്നു സുഹൃത്തെ, എന്തിനാ ഇത്ര? കഴിഞ്ഞ വർഷം കോടീശ്വരന്മാരുടെ ലിസ്റ്റ് വന്നപ്പോ എന്നെ സെക്കൻഡാക്കി ഫസ്റ്റ് ആയിട്ട് ചെല്ലണം. ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? പിന്നെ എനിക്കൊരു 200 കോടിയുടെ പ്രോജക്ട് നിന്റെ അടുത്ത് സംസാരിക്കാണ്ട്. 50% ഞാൻ ഇടാം, 50% നീ ഇട്. പിന്നെ നമ്മൾ ബിസിനസ് തരാണ്ട് പറയല്ലെങ്കിൽ വാ. നമ്മള് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. നീ അംബാനിയുടെ മോനുമായിട്ട് എന്തോ ഒരു പിണക്കം മാറ്റിക്കളാ. നീ അംബാനിയുടെ മോനുള്ള പിണക്കം മാറ്റിക്കളാ. പിന്നെ ഞാൻ വേറൊരു സംഭവം അറിഞ്ഞു കേട്ടോ. എന്തോ ഫിഫ വേൾഡ് കപ്പ് ഒറ്റയ്ക്ക് നടത്താൻ പോകുന്നെന്നോ അങ്ങനെ എന്തോ പണം കിടക്കുന്നതിന്റെ ഓരോ കുന്തളിപ്പ് നിന്റെ സംഭവം മനസ്സിലായി. നീ പൊയ്ക്കോ. ഇതാണോ നീ കെട്ടാൻ പോകുന്ന ഫുട്ബി? മൈ ഗുഡ്നസ്. ഫ്രാൻസിൽ വെച്ചിട്ട് പബ്ബിൽ വെച്ച് 2 റഷ്യൻ യുവതികൾ ഇവനോട് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇവൻ പറഞ്ഞാൽ എന്താണെന്നറിയുമോ? എനിക്ക് ഇഷ്ടമല്ലെന്ന്. അത്രയ്ക്ക് നീറ്റ് ചേർക്കണ. പിന്നെ ഈ ബിസിനസ് മാഗ്നറ്റ് പറഞ്ഞു കൊടുക്കണ അങ്ങോട്ട്. എന്നാ പിന്നെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും ആകുന്നില്ല. ഞാൻ പോകുന്നു. ഓക്കെ? ഒരു മിനിറ്റ്, കോടീശ്വരൻ വരുമോ? അല്ല, എങ്ങനെയാ നിങ്ങളുടെ പരിചയം എന്ന് പറഞ്ഞു? ഞങ്ങളുടെ ബിസിനസ് മാഗ്നറ്റ് ഇല്ലേ, പറഞ്ഞു കൊടുക്കാം. ആദ്യം അമ്പലത്തിലെ പ്രസിഡന്റ് ആയിട്ട് വന്നില്ലേ? അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് അമ്പലത്തിലെ പ്രസിഡന്റ് ആയിട്ട് വന്നില്ല? അപ്പൊ തന്നെ പൊളിഞ്ഞ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്പലത്തിലെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? തീനേശയിലെ ദുരന്തമില്ലേ, അതൊക്കെ എല്ലാം മനസ്സിലായി. അതാണ് പൊളിഞ്ഞ
ഇവിടെ നിന്ന് കൂടുതൽ വർത്താനം പറഞ്ഞ രണ്ടിനും ഇടി കിട്ടും. കിട്ടും. അവളെ വീട് തന്നെ ഇഴിവീടുന്ന വിളയിലാണ്. അതെ, ഒരു നാണക്കേടില്ലേ ഈ കാലഘട്ടത്തിൽ? ഒരു മേക്ക് ഓവർ പോലും ഇല്ലാതെ ഇങ്ങനെ കേറി വരാൻ നിന്റെ തൊലിക്കട്ടി ഉണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടരുത്. ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നേരെ ചൊവ്വ എന്റെ വീട്ടിൽ വന്ന് എന്റെ കാരണവന്മാരോട് ചോദിക്കണം. അല്ലാതെ ഇങ്ങനെ വഴി തടഞ്ഞു നിർത്തി എന്നെ ചോദിക്കണ്ടേ. ഇതുപോലുള്ള ഫ്രോഡുകളുടെ കൂടി ഇങ്ങോട്ട് നോക്ക് നടക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? ഇതൊരു അഹങ്കാരോടെ പെണ്ണ് ഇതിനെ കെട്ടാൻ പോണ ഒരൊറ്റ ആടി വെച്ചെന്നുണ്ടല്ലോ. എന്തിനാ അടി? എന്റെ എത്ര പെർഫോമൻസ് കൊണ്ടാണ് അവള് വീട്ടിലെങ്കിലും വരാൻ പറഞ്ഞത്. അല്ല ഇതിനെ മൈൻഡ് ചെയ്യുന്ന അവള്. എന്നിട്ട് പിന്നെ എന്നെ അടിക്കാൻ നടക്കുന്നു. നീ നിന്റെ വീട്ടുകാരുമായിട്ട് ചെന്നിട്ട് ആ കല്യാണം നടത്താൻ അത് ശരിയാവില്ല. അത് പ്രശ്നം. എന്ത് പ്രശ്നം? എന്റെ അച്ഛൻ ഈ ജാതി മതം അയാള് വളരെ ടൈപ്പാണ്. അത് ശരിയാവില്ല. എടാ ഇന്നത്തെ കാലത്ത് ആരുടെ ജാതി മതം നോക്കണം? എടാ സ്നേഹിക്കുന്ന പെണ്ണും ചെറുക്കനും അവരുടെ മനസ്സ് അത് മാത്രമേ നോക്കാവൂ. അല്ലാതെ ജാതി മതം ഇന്നത്തെ കാലത്ത് നോക്കി പറഞ്ഞാൽ ഇപ്പൊ എവിടെ അച്ഛൻ എന്റെ അച്ഛനെ വിളിച്ചോണ്ട് പറഞ്ഞാൽ എങ്ങനെ വിളിച്ചോണ്ട് ചെല്ലും? ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ സാമ്പത്തിക നടക്കൂലേ? അതാണ് അച്ഛൻ പ്രശ്നമാണ് വീട്ടില്. അച്ഛൻ പ്രശ്നമാണ്. സുഹൃത്തെ അതിനും വഴിയുണ്ടല്ലോ. എടാ ഒരു സെക്രട്ടറി, ഒരു പിച്ചക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, ഇത് മൂന്നും കെട്ടി എനിക്കാണ് നിന്റെ അച്ഛന്റെ വേഷം കെട്ടാൻ പാടില്ല. എടാ നിന്റെ പേര് ഉപായം ഉദയനല്ല, പിന്നെ അപായം ഉദയൻ. ഇതാണ് ഒരു ഉപകാരമാക്കും ചെയ്യാത്തത്.